പുലിക്കളി കലാകാരന്മാരെ ബോഡി ഷെയ്മിംഗ് നടത്തിയ വി.കെ. ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് അയ്യന്തോൾ പുലികളി സംഘം. 200 വർഷം പഴക്കമുള്ള കലയെ അപമാനിച്ചു. മാപ്പ് പറഞ്ഞില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പുലികളി സംഘം വ്യക്തമാക്കി. പുലികളി കാണാത്തതുകൊണ്ടാണ് ഇത്തരം വിമർശനം. അതേസമയം പുലികളിയെക്കുറിച്ചുള്ള തന്റെ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വി.കെ. ശ്രീരാമൻ പറയുന്നത്. പ്രതികരണങ്ങൾ കാണാം. അദ്ദേഹം സത്യത്തിൽ പുലിക്കളി കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഒരു തൃശ്ശൂർക്കാരനാണ്. പുലിക്കളി കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ചെയ്ത് വളരെ മോശമായ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പുലിക്കളി എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ആകെ തൃശ്ശൂർ മാത്രമുള്ള ഒരു സംഗതിയാണ്. അത് രാവിലെ മുതൽ 5 മണി മുതൽ ദേഹത്ത് മൊത്തം ചായം തേച്ച് ഏകദേശം 4-5 കിലോ ഭാരം വരുന്ന അരമണി ഇട്ട് ഇവർ രാവിലെ മുതൽ രാത്രി 9 മണി 10 മണി അവസാനിക്കുമ്പോൾ അതുവരെ നിന്ന് കളിക്കുന്ന ഇതൊരു വലിയൊരു കലയാണ്. അതിനെയാണ് അദ്ദേഹം അപമാനിച്ചിട്ടുള്ളത്. പുലിക്കളി കലാകാരന്മാരെ അടച്ച് ആക്ഷേപിച്ചതിന് അദ്ദേഹം അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് പിൻവലിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിന് എങ്ങനെയാണ് ഖണ്ഡിക്കുന്നതെന്നൊക്കെ ഞാൻ നോക്കി കാണാറുണ്ട്. അതിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് അവരുടെ ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഈ എൻ്റെ പോസ്റ്റിന് വന്നിട്ടുള്ള കമൻസാണത്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ പോണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ. അതിൻ്റെ അങ്ങേപ്പുറത്തുള്ള അതൊരു ആർട്ടാണ് എന്ന് സ്ഥാപിക്കത്തക്ക തരത്തിലുള്ള എതിർവാദങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഭീകരമായിട്ടുള്ള വയറുകളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം. പക്ഷെ അത് ഇങ്ങനെ കാണിച്ച് പ്രദർശിപ്പിച്ച് അതുകൊണ്ട് ഇങ്ങനെ ചലിപ്പിച്ച് അതിൽ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് ഇതെങ്ങനെ ഒരു ആർട്ടായിട്ട് മാറുക എന്നുള്ളൊരു സംശയം ഏത് കാലത്തും ഉണ്ടായിരുന്നു.